ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനി നന്ദുവിനോടായിട്ട് പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നും ഒക്കെ സുലഭമായിട്ട് കച്ചവടമൊക്കെ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് അതിലൊക്കെ ചെന്ന് ഇടപെടുകയും അതിനെയൊക്കെ പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വമ്പന്മാരുമായിട്ടൊക്കെ ഏറ്റുമുട്ടേണ്ടി വരും എന്ന് പറയും. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അനി, അതിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പേടിച്ചും ഒക്കെ മാറ്റി വെക്കാനുള്ളതാണോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സത്യസന്ധമായ കാര്യങ്ങൾ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയും. ഇപ്പോൾ അനാമിക മനസ്സിലോർക്കുന്നുണ്ട്, ദൈവമേ ഇവളെ ആരെങ്കിലും അങ്ങ് തട്ടിക്കളഞ്ഞേച്ചാൽ മതിയായിരുന്നെന്ന്. അനിയും നന്ദും കൂടെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിലേക്ക് നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നയനയും ശ്രദ്ധിക്കും. എന്നിട്ട് ഇവർ ഇത് ഇങ്ങനെ നോക്കുന്ന കാണുമ്പോഴത്തേന് നന്ദുവിനോട് അനാമിക ചോദിക്കുന്നുണ്ട്, നന്ദുവിന് എന്തെങ്കിലും ഇനിയും കഴിക്കാൻ വേണമെന്നുണ്ടെ പറയും. എനിക്കൊന്നും വേണ്ട എന്ന് നന്ദു പറയും. അല്ല, ഞാൻ വിളമ്പി തരാമെന്ന് പറയും. വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേന് നവ്യ വിളിക്കുന്നുണ്ട് നയനെ. എന്നിട്ട് നയനയോട് ചോദിക്കും, എങ്ങനെയാണ് അവൾ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയും. എല്ലാ ആഹാരമൊക്കെ വിളമ്പി കൊടുത്തില്ലേ നന്ദുവിനെ ചോദിക്കും. അതെ കൊടുത്തെന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അന്നേരം നയന പറയും, ചേച്ചിയായിരുന്നു നന്ദു ആഹാരം കഴിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചെന്ന് പറയും. ഉടനെ ദേവയാനി പറയുന്നുണ്ട്, അതെന്താ അവൾ അങ്ങനെ ചോദിച്ചത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കൊടുക്കുകയില്ലെന്നാണോ അവൾ വിചാരിച്ചിരുന്നതെന്ന്. അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് പറഞ്ഞ് ഇവരിരുന്ന് ആഹാരം കഴിക്കണം. ദേവയാനിയുടെ അഭിനയം കണ്ടിട്ട് നന്ദുവിനും നയനയ്ക്കും ഒക്കെ ചിരിയൊക്കെ വരുന്നുണ്ട്. ഇവർ പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അഭി അനഘയെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. അനഘ പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. എൻ്റെ കുഞ്ഞാണെങ്കിൽ അവളുടെ അച്ഛനെ തിരക്കിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് അവളുടെ അച്ഛനെ കാണിച്ചു കൊടുക്കേണ്ടതാണെന്നൊക്കെ പറയും. നീ ഇങ്ങനെ ധൃതി വെക്കാതെ അനഘ, എനിക്ക് കുറച്ച് സമയം വേണമെന്നാണ് അഭി പറയുന്നത്. എനിക്കങ്ങനെ സമയമൊന്നുമില്ല. ഈ നിമിഷം ഞാൻ ചിലപ്പോൾ ഹോസ്പിറ്റലിലാകും. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ആരും ഇല്ലാതാവുകൊണ്ട് നിന്നെ ഏൽപ്പിക്കണം. നീ ഇങ്ങനെ ഉദാസീനത കാണിച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് നേരെ നിൻ്റെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരും. പിന്നെ കുഞ്ഞ് നിങ്ങളുടെയാണെന്ന് തെളിയിക്കാനായിട്ട് എനിക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയും. അന്നേരത്തേന് അഭി അങ്ങ് വെട്ടിലായ പോലെ അങ്ങ് നിൽക്കുകയാണ്. എന്ത് പറയണമെന്ന് അറിയത്തില്ലല്ലോ. അന്നേരം അനഘ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒത്തിരി നേരം ആലോചിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയും എൻ്റെ കുഞ്ഞിനെ നീ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് വല്ലതും പറ്റുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ നീ സ്വീകരിച്ചിരിക്കണം എന്നൊക്കെ പറയും. അത് എന്ന് പറഞ്ഞ് താപ്പുന്നുണ്ട് നിന്ന് അഭി. എന്നോട് അടുത്ത ദിവസം തന്നെ വിളിച്ച് കറക്റ്റ് തീരുമാനം അറിയിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഞാനങ്ങ് വരുമെന്നൊക്കെ പറഞ്ഞ് അനഘ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അഭിയെ. അഭി അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അനിയോടും ആദർശിനോടുമായിട്ട് അജയൻ പറയുന്നുണ്ട്, എന്തായാലും അനാമിക മോളുടെ സ്വഭാവമൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. നന്ദുവിനോട് എന്നും മര്യാദയായിട്ട് അവൾ പെരുമാറിയത്, നന്ദുവിന് ആഹാരമൊക്കെ വിളമ്പി കൊടുത്തല്ലോ എന്നൊക്കെ. അന്നേരത്തേന് അനി പറയും, അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഉദ്ദേശം കാണുമെന്ന്. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. നീയും കൂടെ ഇനി ഒന്ന് മാറിയാൽ മതി അനി. ആ അനാമിക നന്നായിട്ട് മാറിയിട്ടുണ്ടെന്നൊക്കെയാണ് ആദർശ് പറയുന്നത്. എന്നിട്ട് അജയനോട് ചോദിക്കുന്നുണ്ട്, ചെറിയച്ഛനൊന്ന് പറഞ്ഞുകൂടെ, ഇവനെ ഒന്ന് ഉപദേശിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അന്നേരം അജയൻ പറയും, അത് ചെറുപ്പം തൊട്ടേ അവൻ നിന്നെ കണ്ടാണ് വളർന്നത്. നീ പറയുന്നത് കേട്ടാണ് അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഇനി ഞാൻ പറഞ്ഞാൽ ഇവൻ അനുസരിക്കത്തില്ല. അതുകൊണ്ട് നീ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നയനയുടെ കൂടെ നന്ദു അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പോകാനായിട്ട് റെഡിയായോ എന്നുള്ള പരുവത്തിൽ ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട്. പോയേക്ക് അങ്കിൾ കുറേ നേരം ആയില്ലേ വന്നിട്ടെന്നൊക്കെ പറഞ്ഞ് നന്ദു പോകാനായിട്ട് ഇറങ്ങും. അന്നേരം ദേവയാനിയും സന്തോഷത്തോടെ തന്നെ അടുത്ത് നിൽപ്പുണ്ട്. പോകുന്നതൊക്കെ കൊള്ളാം, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നല്ല ഒരു സ്ഥലത്തൊക്കെ പോസ്റ്റിങ് കിട്ടി കഴിയുമ്പോൾ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം കേട്ടോ, മറ്റുള്ളവരുമായിട്ടൊന്നും അടിയും ബഹളത്തിനൊന്നും പോയേക്കരുതെന്നൊക്കെ പറയും. അല്ല, എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, നിൻ്റെ 2 ചേച്ചിമാരെ ഇങ്ങോട്ടാണല്ലോ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അത് കാരണം വല്ല ഗുണ്ടകളും ഒക്കെ ഇങ്ങോട്ട് വന്ന് കയറിയാലോ എന്ന് ഓർത്താ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഒരിടത്ത് നിന്നോണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അന്നേരം നന്ദു പറയും, അങ്ങനെയൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അനിക്കിട്ട് നോക്കി ചിരിക്കുന്നൊക്കെയുണ്ട്. നന്ദുവും അനിയും കൂടെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേന് ദേവയാനി ഉടനെ അനിയോട് പറയുന്നുണ്ട്, അനാമിക മോള് മേളിൽ തന്നെ ഇരിക്കുകയല്ലേ, നീ അങ്ങോട്ട് ചെല്ലാൻ പറയും. അതിന് ഞാൻ എന്തിനാ അങ്ങോട്ട് ചെല്ലുന്നത്? അവൾ അവിടെ ഇരിക്കത്തില്ലേ എന്ന് അനി ചോദിക്കും. അതൊന്നും എനിക്ക് കേൾക്കണ്ട, നീ എഴുന്നേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് നിർബന്ധിച്ച് ദേവയാനി എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട്. അത് കാണുമ്പോൾ നന്ദുവിന് ശരിക്കും സങ്കടമൊക്കെ ആകുന്നുണ്ട്. അനിയാണെങ്കിൽ സങ്കടത്തോടു കൂടി നന്ദുവിനെ നോക്കിയിട്ടാണ് കയറിപ്പോകുന്നത്. നന്ദു പോയി കഴിയുമ്പോഴത്തേന് അജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തി കുറച്ചുകൂടെയൊക്കെ സ്നേഹത്തോടെ നന്ദുവിനോട് പെരുമാറണമായിരുന്നു എന്നൊക്കെ പറയും. അതിനെന്താ, എൻ്റെ സ്വഭാവം
ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇത്രയൊക്കെ മാന്യത എന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. നയന നന്ദുവിനെ യാത്രയാക്കാനൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേന് ബാൽക്കണിയിൽ നിന്ന് അനാമിക നോക്കുന്നുണ്ട്. അപ്പോൾ നന്ദു മേളിലോട്ട് നോക്കും. അനി വന്ന സമയത്ത് അവിടെ വന്ന് നോക്കിയായിരുന്നല്ലോ, അനി അവിടെ നിൽപ്പുണ്ടോ എന്ന രീതിയിലായിരിക്കും നോക്കുന്നത്. അന്നേരം അനാമിക അവിടെ നിൽക്കുന്നത് കാണുമ്പോഴത്തേന് നയനയോട് പറയുന്നത് അവൾ നോക്കുന്നുണ്ട്, നിൽപ്പുണ്ട് അവിടെ എന്ന് പറയും. അന്നേരം അനി അല്ല അനാമികയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ദേഷ്യം വരുന്നുണ്ട് നന്ദുവിന്. അന്നേരം നന്ദു നോക്കുന്ന അറിയുമ്പോഴത്തേന് അനാമിക അവിടെ നിന്ന് അങ്ങ് പോകും. ദേഷ്യപ്പെട്ട് റൂമിൽ വന്നിരിക്കുന്ന അനാമികയുടെ അടുത്തേക്ക് ജാനകി വരുന്നുണ്ട്. എന്നിട്ട് ജാനകി ചോദിക്കും, എന്തിനാ മോളെ നീ എന്താ ഈ കാണിച്ചത്, അവൾക്ക് എന്തിനാ നീ ആഹാരമൊക്കെ വിളമ്പി കൊടുത്തെന്ന് ചോദിക്കും. അത് ഞാനങ്ങനെ വിളമ്പി കൊടുത്തത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അമ്മേ, ഒരു വഴക്കും അങ്ങ് ഒഴിവായില്ലേ എന്നൊക്കെ അനാമികയും ചോദിക്കും. എന്നാലും അവളെ അങ്ങനെ സൽക്കരിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, അവൾമാർ രണ്ടുപേരും ഇവിടുന്ന് പോയതിൻ്റെ സമാധാനത്തിലിരിക്കുകയായിരുന്നു ഞാൻ. അന്നേരമാണ് ഇവളെ കൊണ്ടൊന്ന് ഇവിടെ സൽക്കരിപ്പിച്ചിരിക്കുന്നത്, മോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലേലും അനിയെ കാണാനുള്ള ഒരു അവസരമാണ് അവളുമാർ ഒരുക്കി കൊടുത്തത് നന്ദുവിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവളുമാർ അവളെ ഇവിടെ വരുത്തുകയും ചെയ്യും, അനിയെ കണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു നിന്നിട്ട് എന്നാ കാര്യം, അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്, നമുക്ക് കാര്യങ്ങൾ അറിയുകയും ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് പറയും. എന്നിട്ട് എന്നാലും അതൊന്നും ജാനകിക്ക് അങ്ങോട്ട് ദഹിക്കുന്നൊന്നുമില്ല. അടുക്കളയിൽ വെച്ച് ദേവയാനി നയനയോട് പറയുന്നുണ്ട്, മോള് ശ്രദ്ധിച്ചായിരുന്നോ, നന്ദുവും അനിയും കണ്ണുകൾ കൊണ്ട് കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയും. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അമ്മയെന്ന് പറയും. എന്തായാലും മോളൊന്ന് ഉപദേശിക്കണം നന്ദുവിനെ, അനാമിക മോളുടെ ജീവിതം എന്തായാലും ഇരുട്ടിലാകാൻ വഴിയില്ലല്ലോ, അവൾ സന്തോഷിക്കട്ടെ, സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കത്തില്ല, അനിയുടെ ജീവിതം തകരാൻ പാടില്ല എന്നൊക്കെ പറയും. അന്നേരത്തേന് നയന പറയും, അതെന്തായാലും അവളുടെ സ്വഭാവം കൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പറയും. അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മ ഇപ്പോൾ അറിയണ്ടെന്ന് പറയും. എന്തായാലും നന്ദുവിന് ആഹാരമൊക്കെ വിളമ്പി കൊടുത്തല്ലോ അവൾ, അതുകൊണ്ട് അവളുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റമൊക്കെ ആണെന്ന് പറയും. അമ്മ വിശ്വസിക്കുന്ന പോലൊന്നുമല്ല, അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തെന്ന് പറയും. അതെന്താ ഞാൻ അറിയാത്ത കാരണങ്ങളെന്നൊക്കെ ദേവയാനി തിരക്കുമ്പോഴത്തേന് നയന പറയും, അത് എന്തായാലും അമ്മ ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയും. എന്നാൽ നമുക്ക് മോളുടെ വീട് വരെ ഒന്ന് ഇന്ന് പോകണം, പോയിട്ട് നന്ദുവിന് വേണ്ട സാധനങ്ങളൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണം, നാളെ വിഷു അല്ലേ, അപ്പോൾ വിഷുവിന് മുമ്പ് നമുക്ക് പോയിട്ടൊക്കെ വരാമെന്നൊക്കെ പറയും. എന്നാൽ ശരി പോരാമെന്ന് നയനയും പറയുന്നുണ്ട്. എന്നാൽ ഒരു ഷോപ്പിങ്ങും ഒക്കെ ആകാമെന്നും പറയും. ശരി അമ്മേ നമുക്ക് പോകാം, പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് നന്ദുവിനോട് കാര്യങ്ങൾ പറഞ്ഞോളാം, അനി അടുക്കാൻ ശ്രമിച്ചാലും നന്ദുവിനോട് പറയണം, ഒഴിഞ്ഞു മാറി നടക്കണമെന്നൊക്കെ പറയണമെന്ന് ദേവയാനി പറയുന്നുണ്ട്. ഞാനതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തോളാം അമ്മേ എന്ന് ദേവയാനിക്ക് നയനയും വാക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നാളെ വിഷുവൊക്കെ അല്ലേ, നീ അങ്ങ് പോവുകയും ചെയ്യും, അതിന് മുമ്പ് നമുക്കൊന്ന് കാണണമെന്ന് പറയും. അതെന്തിനാ, നമ്മൾ ഇന്ന് കണ്ടതല്ലേ, പിന്നെ എന്തിനാ കാണുമെന്ന് ചോദിക്കും. അതൊന്നും സാരമില്ല, ഇന്ന് വൈകിട്ട് നമുക്ക് തമ്മിൽ കാണണമെന്ന് പറയും. വൈകിട്ടോ ഒന്ന് നന്ദു ചോദിക്കും. അതെ, ഞാനും നീ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സും കാണുമെന്ന് പറയും. ഞാനത് വരത്തില്ല, ഇവിടുന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, അമ്മ എന്നെ കൊല്ലുമെന്നൊക്കെ പറയും. അതൊന്നും എനിക്കറിയണ്ട, എൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, ഞാൻ അങ്ങ് ഇടിച്ചു കയറി വന്നു കളയും, അതുകൊണ്ട് നീ വന്നേ പറ്റത്തുള്ളെന്ന് പറയും. ഞാൻ എങ്ങനെയാണ് വൈകിട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കും. നീ എന്തായാലും സന്ധ്യയ്ക്ക് മുമ്പ് അവിടുന്ന് ഇറങ്ങ്, അത് കഴിഞ്ഞിട്ട് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ടത്തേക്ക് പോന്നാൽ മതിയെന്ന് പറയും. വരത്തില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് നന്ദു. എന്നിട്ട് പറയും, എന്നാൽ ശരി ഞാൻ വരാൻ നോക്കാമെന്ന് പറയും. നോക്കാനൊന്നുമില്ല, ഇന്ന് വന്നിരിക്കണം, എന്നെ കണ്ടിരിക്കണമെന്ന് പറയും. എന്നിട്ട് ഫോൺ അങ്ങ് വെക്കുന്നുണ്ട്. നന്ദു വരാമെന്ന് പറഞ്ഞത് കേട്ടതിൻ്റെ സന്തോഷമാണ് അനിക്ക്. നന്ദുവിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ നിൽക്കുന്നുണ്ട് അനി. എന്നാൽ വൈകിട്ട് ചെല്ലണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ആകെ ടെൻഷനാണ് നന്ദുവിന്. എങ്ങനെ ഇവിടുന്ന് ഇറങ്ങും, എങ്ങാനും പോയാൽ വീട്ടിൽ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷേ അനിക്കാണെങ്കിൽ നന്ദുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ദേവയാനി പറഞ്ഞതനുസരിച്ച് നയന ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയും, ആദർശനോട് പറയുന്നുണ്ട്, ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോവാം, നാളെ നന്ദു പോവല്ലേ, അപ്പം നന്ദുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണം ആദർശേട്ടാന്ന് പറയും. അതിനെന്താ ഞാനിവിടെ വരാമെന്ന് പറയും. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാമെന്ന് പറയും. എന്ന് വെച്ചാൽ ആദർശ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിക്കപ്പെട്ടാലോ എന്നുള്ളൊരു ടെൻഷനാണ് നയനിക്ക്. അതെന്താ ഞാൻ വന്നാൽ നയിക്കും, അതല്ല വീട്ടിൽ ചെന്നിട്ട് നന്ദുവിനെ കണ്ട് അവരുടെ കൂട്ടത്തിൽ വേണം പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട്. നവീച്ചിയും ചിലപ്പം വരുവായിരിക്കും എന്നൊക്കെ പറയും. അതിനെന്താ കൂട്ടത്തിൽ ഞാൻ വരുന്നതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കും. അതൊന്നും ഇല്ല, സാരമില്ല, ഞങ്ങൾ പോയിക്കോട്ട് വന്നോളാം എന്നൊക്കെ പറയും. കാശ് വല്ലതും വേണമെന്ന് നിനക്ക് നോക്കും. എനിക്ക് കാശൊന്നും വേണ്ട, എൻ്റെ സാലറി കിട്ടിയ മുഴുവൻ എൻ്റെ കയ്യിൽ ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കും. സാലറി കിട്ടിയ കാരണം ഇനിയിപ്പം എൻ്റെ കാശൊന്നും വേണ്ടായിരിക്കും നിനക്കല്ലേ, എന്താ അഹംഭാവമായി പോയോ
പോയോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ എനിക്കിനി സാലറിയേ വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ സാലറി വേണ്ടെന്ന്, അതുകൊണ്ട് ആദർശേട്ടൻ തന്നപ്പോൾ ഞാൻ മേടിച്ചെന്നേ ഉള്ളൂ, അത് കാരണം ഇനിയിപ്പോൾ വേണ്ടാന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, പെൺപിള്ളേർക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു തൻഭാവമൊക്കെ വരുമല്ലോ, അതനുസരിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയും. എന്നെ ആ ഗണത്തിലൊന്നും പെടുത്തണ്ട, ഞാൻ പോയേച്ചു വരാമെന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോകുന്നുണ്ട്. നയന വരുന്നത് നോക്കി വണ്ടിയിൽ കാത്തു നിൽക്കുകയാണ് ദേവയാനി. അന്നേരം നയന വന്ന് കഴിയുമ്പോഴത്തേന് മോളെ അവന് വല്ല സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്തായാലും ഇപ്പം സംശയമില്ല, ഇനി സംശയം ആകുമോ എന്നുള്ള പേടിയുണ്ട് അമ്മയെ, ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയും. എന്തായാലും ഇതങ്ങനെ ഒരുപാട് നാളും നീട്ടിക്കൊണ്ട് പോകാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ലെന്ന് ദേവയാനി പറയുന്നുണ്ട്. എന്നാൽ വാ നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മോളുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. മോൾക്ക് എന്തെങ്കിലും വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് ഒരു സാധനം വേണമായിരുന്നു എന്ന് പറയും. അതെന്താ പറഞ്ഞിരുന്നത് ഞാൻ നേരത്തെ മേടിച്ച് തരില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. അത് പറയും എനിക്ക് അമ്മയുടെ സ്നേഹമാണ് വേണ്ടെന്ന് പറയും. അതെന്തായാലും മോക്കിനി എന്നും കാണുമായിരിക്കും എന്ന് പറഞ്ഞ് നയനെയും വിളിച്ചുകൊണ്ട് കാറെ കയറി ഇവരിങ്ങനെ പോകുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഗോവിന്ദൻ ഇങ്ങനെ എന്തൊക്കെയോ പ്രതിമയുടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവർ രണ്ടുപേരും കയറി ചെല്ലുന്ന കാണുമ്പോൾ ഗോവിന്ദന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കനകയെ വിളിച്ച് പറയുന്നുണ്ട് ദേ ആരാ വന്നിരിക്കുന്നത് നോക്കാനൊക്കെ. അപ്പം കനക അകത്തേക്ക് വരുന്നുണ്ട്. ഇവരെ കണ്ടു കഴിയുമ്പോൾ കനയ്ക്കും ഭയങ്കര സന്തോഷമാണ്. നാളെ നന്ദു പോവുമല്ലേ, അപ്പം നന്ദുവിനെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചാൽ വന്നെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നയനയുടെയൊക്കെ അച്ഛൻ ഇങ്ങനെ വീണ്ടും ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഞാൻ ആദർശിനോട് പറയാം കമ്പനിയിൽ ഒരു ജോലി തരാമല്ലോ എന്നൊക്കെ പറയും. വേണ്ട, എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെയുള്ള പണി തന്നെയാണ് ഇഷ്ടമെന്നൊക്കെ പറയും. അപ്പം കനക പറയും ഒരു കാലത്ത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഓർഡറൊക്കെ കിട്ടണമെന്ന്. ഇപ്പം മോള് ഫേമസ് ആയപ്പോൾ ഒത്തിരി ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയും. എന്നാലും ആദർശിനോട് പറഞ്ഞ് ജോലിയുടെ കാര്യമെന്ന് പറയുമ്പോഴത്തേന് നയന പറയുന്നുണ്ട് അമ്മേ ഇത് ആദർശേട്ടൻ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന് പറയും. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ഈ വീട് തന്നെ മരുമോൻ ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചു തന്നതാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഇനി മരുമോനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നോളാം, ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ മാത്രം വലിയ ആകെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ഇത് ചെയ്യുന്ന ഇഷ്ടമെന്നൊക്കെ പറയും. എന്തായാലും ഞങ്ങൾ വന്നത് നന്ദുവിനെ ഒന്ന് കാണണം, അനിയെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം, ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയൊക്കെ വന്നെന്ന് പറയും. അപ്പോൾ അകത്ത് നിൽക്കുന്ന നന്ദുവിനെ ഇത് കേട്ട് കഴിയുമ്പോൾ ആകെ ടെൻഷൻ ആകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.